വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് ചോദിക്കാൻ പാടാം. എന്താണ് കാശ് ചോദിക്കാൻ പാടാം. നമുക്ക് അന്നേരം നമുക്ക് എന്ത് വരും എന്നറിയാമോ? അന്നേരം നമുക്ക് അഭിമാനം വരും. എന്ത് വരും? ലോകത്തിൽ മനുഷ്യനെ കൊല്ലുന്ന ഏറ്റവും വലിയ ചീപ്പായിട്ടുള്ള സാധനമാണ് ഈ അഭിമാനം എന്ന് പറഞ്ഞ സാധനം. അറിയാവുന്ന നിങ്ങൾക്ക് വലിയ അഭിമാനം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വിജയിക്കില്ല. നിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ നശിപ്പിക്കുന്ന സാധനം. നിങ്ങൾ ആദ്യം വേണ്ട സാധനം ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്ര സംഭവമുള്ളൂ. നിങ്ങൾക്ക് എന്തുണ്ടാവണം? ഒരാളുടെ അടുത്ത് പൈസ ചോദിക്കാനുള്ള ഉണ്ടാവണം. ഇങ്ങനെ പോയി ചോദിക്കരുത്. സാറേ നിങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നിലനിൽപ്പുള്ളൂ. ഈ ബിസിനസ് അങ്ങനെ കൊടുക്കേണ്ട ബിസിനസ് അല്ല. ഐ ആം ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഐ ആം ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. നിനക്ക് വേണമെങ്കിൽ എടുക്കാം. നീ അല്ലെങ്കിൽ നിന്റെ ചേട്ടനെ കൊണ്ടുവരും. നീ അല്ലെങ്കിൽ നിന്റെ ചേട്ടനെ. ഇതായിരിക്കണം നമ്മളുടെ എന്ത് സംഭവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ കാര്യം പറയാം. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. കേരളത്തിൽ 3.25 കോടി ജനങ്ങളുണ്ട്. ഈ കേരളത്തിലെ ഒരു ഏരിയയിൽ ഒരു സൈഡ് നമ്മൾ അനുക്കിയിട്ടില്ല. എവിടെയാണ്? ഞാൻ പറയാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ സ്വാധീനം എത്രമാത്രം വലുതാണെന്ന് പറയണം. പക്ഷെ ഒറ്റ കാര്യം വേണം, അഭിമാനമാണ് ഫ്രണ്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സാധ്യത ഒരിക്കലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഒരിക്കലും നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഒരിക്കലും പ്രോസ്പെക്ട് നിങ്ങളുടെ അടുത്ത് എന്ത് പറയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയില്ല. നമ്മൾ എന്താണ് അവന്റെ പിടിച്ചു വാങ്ങിക്കണം. അതിന് നിങ്ങൾക്ക് വേണ്ട അറ്റ്മോസ്ഫിയർ എന്താണ്? നിങ്ങൾക്ക് എന്തുണ്ടാവണം? നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് അവന്റെ അടുത്ത് എന്ത് ചെയ്യണം? പറയാനുള്ള കാര്യം ഉണ്ടാവണം. ഈ പ്രോസ്പെക്ട് refuses after one-on-one engagement for review. Okay, fine. എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ട് ഒരിക്കലും പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എന്താണ്? പല ആൾക്കാരും ഏറ്റവും വലിയ എന്താണ്? സാറ് കല്യാണം വലിയ ആലോചിക്കുക. ഹലോ, ഇത് കല്യാണം ആലോചിക്കുന്ന പരിപാടിയാണോ അത്? എടാ, നിന്റെ ബിസിനസ് നിന്റെ കൂടെ ഞാൻ നിൽക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. ഒരു പ്രോസ്പെക്ട് നിങ്ങളുടെ കൂടെ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? ഞാനിപ്പോ ഒരാളുടെ അടുത്ത് പറയാം, സുഹൃത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അദ്ദേഹം നോക്കുകയാണ്. കണ്ടിട്ട് പറഞ്ഞ വിശ്വസിക്കാം. ആ വിശ്വാസം അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹം നിങ്ങളുടെ കൂടെ വരും. ഇവിടെ 99% ആൾക്കാരും ഇവര് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്തില്ല, ഇവരാരും എന്ത് ചെയ്തില്ല, കേൾക്കില്ല. ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇങ്ങനെ ഈ ആൾക്കാർക്ക് പറയുന്ന സംഭവം, അതായത് നല്ല സ്മാർട്ട് അല്ലാതെ ഈ കോൺഫിഡൻസ് ഉള്ള ചോദ്യങ്ങൾ പഴങ്കഞ്ഞി കുടിക്കാറില്ലെന്ന് പറയാറുണ്ട്. നമ്മളിൽ 90% ആൾക്കാരും ഈ ഗണത്തിലാണ് പെടുന്നത്. നിങ്ങൾ വാ എന്റെ കൂടെ, നമുക്ക് ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളുടെ കൂടെ വരുമോ? ബിക്കോസ് they don't have any confidence. നിങ്ങളുടെ മേലെ അതില്ല, അത് കോൺഫിഡൻസ് വന്നില്ല. മറിച്ച്